ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്നൊരു ചെറിയ വ്ളോഗായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതുപോലെ ഇതിൽ ഒരു ചെറിയ ഷോപ്പിംഗ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടു നോക്കുക. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ്. കുറച്ച് തലേന്നത്തെ മാവ് ബാക്കിയുണ്ടായിരുന്നു. ബാക്കി കുറച്ച് അരി അരച്ചിട്ടുള്ള ദോശയും ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിലേക്ക് ഇന്ന് ചെറുപയർ കറിയാണ്. അപ്പോൾ അതിലേക്ക് തക്കാളിയും വലിയുള്ളിയും പച്ചമുളകും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. എന്നിട്ട് ചെറുള്ളി വെച്ചിട്ടൊന്ന് വറവിട്ടെടുക്കും. ഇപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ്, നല്ല ടേസ്റ്റാണ്. ഇതാ ലഞ്ചിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിളൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതാ നമ്മുടെ പച്ചരി വെച്ചിട്ടുള്ള ദോശയും കൂടി ഒന്ന് ചുട്ടെടുക്കട്ടെ. ഇതാ ഈ വെണ്ടയ്ക്കും കൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. നമ്മുടെ കറി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് വറവിട്ടെടുക്കണം. ഇതാ ലഞ്ചിന് വേണ്ടിയിട്ടുള്ള കറി ഒന്ന് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് കുമ്പളങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള പുളിയും ഉപ്പും മഞ്ഞളും വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങ, ചെറിയ ജീരകം, വെളുത്തുള്ളി, ചെറിയുള്ളി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് പേസ്റ്റാക്കിയിട്ട് ചേർത്ത് തിളപ്പിച്ചെടുത്തിട്ട് ഒന്ന് കടുക് പൊട്ടിച്ച് നമ്മുടെ കറിയും റെഡിയായി. ഇനി ഒരു അടിപൊളി ചിക്കൻ റെസിപ്പിയും ഇതിൽ കാണിക്കുന്നുണ്ട്. ഇതിന് വേണ്ടിയിട്ട് പാനിൽ അല്പം ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് വലിയ ജീരകം ചേർത്തിട്ട് ഒന്ന് പൊട്ടി വരുമ്പോൾ ചെറിയുള്ളി ചേർക്കാം. ഇതിലേക്ക് ഒരു വലിയുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടെ ചേർക്കാം. 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് കുരുമുളക് എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂണോളം ചില്ലി ഫ്ലെക്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് 2-3 ടീസ്പൂണോളം ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുക. ഇതാ കുട്ടികൾക്കുള്ള ടിഫിനൊക്കെ ഒന്ന് പാക്ക് ചെയ്യണം. ഇന്ന് ബ്രെഡ് ജാമാണ് സ്നാക്സ് ആയിട്ട് കൊടുക്കുന്നത്. പിന്നെ ഈവനിങ്ങിന് എടുത്തിട്ടുണ്ടായിരുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് സ്നാക്സ് ആയിട്ട് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നോക്കിയപ്പോൾ കുറച്ച് റവ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ 1 കപ്പ് റവയും 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്.
ഇനി അതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ 1 കപ്പോളം തേങ്ങ കൂടെ ചേർത്തിട്ട് നന്നായി കൈ വെച്ചിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഇതാ 1 കപ്പ് വെള്ളത്തിൽ 2-3 ശർക്കര ഇട്ടിട്ട് ഒന്ന് പാനിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അത് ഈ മിക്സിലേക്ക് ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. കുറച്ച് ലൂസായിട്ടാണ് കുഴച്ചെടുക്കേണ്ടത്. അങ്ങനെ അല്പം ചേർത്തിട്ട് ഇതുപോലെ ഒരു ലൂസ് ബാറ്ററാക്കി എടുക്കണം. 1 സ്പൂൺ വെച്ചിട്ട് കോരി ഒഴിക്കാനുള്ള പരുവത്തിൽ ആണ് കേട്ടോ വേണ്ടിയിട്ടുള്ളത്. ഇനി ഇതാ ഒരു പാനിൽ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ഈ ബാറ്റർ ഒന്ന് ഒഴിച്ച് കൊടുക്കുക. സ്പൂൺ വെച്ചിട്ട് ചെറിയ ബോൾസ് ആയിട്ടാട്ടോ ഇട്ടെടുക്കുന്നത്. ലോ ഫ്ലെയിം ടു മീഡിയം ഫ്ലെയിം അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഉൾഭാഗമൊക്കെ ഒന്ന് വെന്ത് വരണം. അങ്ങനെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ ഇതൊന്ന് കോരി മാറ്റാം. നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇതിന് അധികം സാധനങ്ങളൊന്നും ആവശ്യമില്ല. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിലൊരു ചെറിയ ഷോപ്പിംഗ് കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് എൻ്റെ അമ്മായിൻ്റെ കൂടെ ഞാൻ അമ്മായിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോട്ടക്കൽ സീനത്തിലായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം ഞങ്ങൾ സാരിയായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ചുരിദാർ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ കുറച്ച് കളക്ഷൻ നിങ്ങളും കൂടെ കാണിക്കാം.
അങ്ങനെ അവസാനം ഞങ്ങളൊന്ന് സെലക്റ്റാക്കി അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വേറെ ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കേ.